ഡബ്ബിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡബ്ബിങ് സമയത്ത് വന്നപ്പോഴും എന്നോട് പറഞ്ഞ് ഡബ്ബിങ് ചെയ്ത ശേഷം ക്യാബിനിൽ വന്നിട്ടെന്ന് പറഞ്ഞ് റിസൾട്ട് അത് വേണോ, അത് കട്ട് ചെയ്തൂടെ അത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ടില്ലേ, അത് പ്രശ്നമില്ല, അത് നന്നാവും. ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് ആൾക്കാർ ആരെങ്കിലും ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ എല്ലാ തിയേറ്ററും വിളിച്ചത് ആ ഷോട്ട് കട്ട് ചെയ്യാൻ പറയാം. ദിലീപ് ഇങ്ങനെ അടിക്കുന്ന ഒരു അടി ഇങ്ങനെ അടിക്കും. ഈ അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ ഫേസ് പോകേണ്ടത്, അടിക്കുമ്പോൾ അവൻ്റെ ഫേസ് അങ്ങോട്ട് പോകുള്ളൂ. 12 ടേക്ക് എടുത്തെന്നുള്ളതാണ് സത്യം. കുറേ എന്നിട്ട് യമ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു, ആരോടും പറയാതെ അവൻ രക്ഷപ്പെട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ അവനെ വീണ്ടും വിളിപ്പിച്ച് അഭിനയിപ്പിക്കുന്നത്. ദിലീപിൻ്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പടത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പടത്തിൻ്റെ സക്സസിന് വേണ്ടിയായിരിക്കും സജഷൻ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ കുറച്ച് തലവേദന സൃഷ്ടിക്കാറുണ്ടോ? ഈ പറയുന്നത് അദ്ദേഹത്തെ വെറുപ്പിക്കാൻ പാടില്ല, സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരു സജഷൻ പറഞ്ഞാൽ പോലും നമ്മൾ സ്നേഹത്തോടെ കൂടി തന്നെയാണ് പറയുന്നത്. എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇതൊക്കെ പറയുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ദിലീപൊന്നും അങ്ങനെ കൂടുതൽ എൻ്റെ 2 പടം മായപ്പന്മാൻ ചെയ്യുമ്പോഴും ഒരു അക്ഷരമുണ്ടല്ലോ അന്ന്. പിന്നെ അന്ന് ഒരു ബിസി ആർട്ടിസ്റ്റായി വന്നില്ലല്ലോ. പിന്നെ ദോസ്ത് എന്ന സിനിമ ചെയ്യുമ്പോൾ ദോസ്തിൽ സത്യത്തിൽ ഞാൻ ഓരോ ദോസ്തിനെ അതിൽ ദിലീപിൻ്റെ ക്യാരക്ടറിനെ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ദിലീപ് ഭയങ്കര സന്തോഷമായിട്ട് എന്നോടൊന്ന് പറയാനുണ്ട്, തുളസിട്ടാ ഞാൻ മോഹൻലാലൊന്നും അല്ല തുളസിട്ടാ. കാരണം അറിയാം, കാരണം അങ്ങനത്തെ നല്ല ത്രില്ലിങ് ഷോട്ട്സുകൾ എടുത്തപ്പോഴത്തേക്ക് എന്ന് പറയും. ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് മോഹൻലാൽ തുടക്കത്തിൽ നിന്ന് വന്നത്, അതുകൂടെ മനസ്സിലാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പുള്ളിയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരു സിഗരറ്റ് ഇങ്ങനെ കത്തിച്ച് ഇടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അവർ അത് വേണോ, ആൾക്കാർ കൂവും ഇല്ലേ, അയാൾ വേളം ഉണ്ടാക്കില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, കുഴപ്പം വരില്ല, അത് ചെയ്യും. ഇങ്ങനെയാണ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ബിൽഡപ്പ് നമ്മൾ ചെയ്യിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഡബ്ബിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡബ്ബിങ് സമയത്ത് വന്നപ്പോഴും എന്നോട് പറഞ്ഞ് ഡബ്ബിങ് ചെയ്ത ശേഷം ക്യാബിനിൽ വന്നിട്ടെന്ന് പറഞ്ഞ് റിസൾട്ട് അത് വേണോ, അത് കട്ട് ചെയ്തൂടെ അത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ടില്ലേ, അത് പ്രശ്നമില്ല, അത് നന്നാവും. ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് ആൾക്കാർ ആരെങ്കിലും ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ എല്ലാ തിയേറ്ററും വിളിച്ചത് ആ ഷോട്ട് കട്ട് ചെയ്യാൻ പറയാം, അതുകൊണ്ട് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ദോസ്ത് സിനിമയിൽ ദിലീപിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഇതിങ്ങനെ ആ ജയസൂര്യ അടിക്കുന്ന, ജയസൂര്യയുടെ ഫസ്റ്റ് പടമാണ്, ജയസൂര്യ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അടിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര കയ്യടിയായിരുന്നു, മനസ്സിലായില്ലേ, കയ്യടിയായിരുന്നു. അപ്പോൾ ദിലീപിൻ്റെ ഫ്രണ്ടാണ് പോയി ആ പടം കണ്ടിട്ട് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ ദിലീപ് എന്നെ വിളിച്ച് പറഞ്ഞു, മുസീട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്, അത് നല്ല ഇത്. അപ്പോൾ അതാണ് നമുക്ക് ചില വിശ്വാസങ്ങളാണ് അതിൻ്റെ ഒരു. കാരണം ജയസൂര്യയെ ദിലീപ് ഇങ്ങനെ അടിക്കുന്ന ഒരു അടി ഇങ്ങനെ അടിക്കും. ഈ അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ ഫേസ് പോകേണ്ടത്, അടിക്കുമ്പോൾ അവൻ്റെ ഫേസ് അങ്ങോട്ട് പോകുള്ളൂ. 12 ടേക്ക് എടുത്തെന്നുള്ളതാണ് സത്യം. അത് എപ്പോഴെങ്കിലും ദിലീപിനെ കാണുമ്പോൾ ചോദിച്ചാൽ പറയും. 12 ടേക്ക് ജയസൂര്യയുടെ ഷോട്ട് എടുത്ത് 12 തവണ കിട്ടാൻ വേണ്ടി. അല്ല, ഇങ്ങോട്ടല്ലേ ഫേസ് പോകേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങളെ ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഫേസ് എങ്ങോട്ട് പോകും, ഇങ്ങോട്ടല്ലേ പോകും. അടിക്കുമ്പോൾ അവൻ്റെ ഫേസ് അങ്ങോട്ടേ പോകും. മനസ്സിലായില്ലേ, അതാണ് തുടക്കത്തിൻ്റെ ഒരു സംഭവമാണ്. ആ ജയസൂര്യ സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിച്ചു. അതില്ലല്ലോ, അതെങ്ങനെ വരും. അവൻ സത്യത്തിൽ വന്ന് ഒരു സെറ്റിൽ വന്നപ്പോൾ ഞാൻ വേറൊരു പയ്യനെയാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ആ പയ്യൻ വരാൻ പറ്റിയില്ല, സമയത്ത് എത്തിയില്ല. എത്താതിരുന്നപ്പോഴത്തേക്ക് ഞാൻ വേറെ 2-3 പയ്യന്മാരെ വെച്ചത് ഓടിച്ചതൊക്കെ നോക്കി. കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യന്മാർ വന്നിട്ടുണ്ട്, കോളേജിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓടിച്ച് നോക്കിയപ്പോൾ അതൊന്നും അങ്ങോട്ട് ശരിയാകില്ല. അപ്പോൾ ഞാനങ്ങനെ ഇവിടെ അസോസിയേറ്റായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഇപ്പോൾ എന്ത് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് അമ്പളിച്ചേട്ടാണ് അവിടെ വന്നത്, ജഗദീഷ് കുമാർ. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യൻ വേണമില്ല, പയ്യന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, അതാണ് ചോദിക്കുന്നത്. എൻ്റെ റൂമിലൊരു പയ്യനിരിപ്പുണ്ട്, എന്നെ വെച്ചിട്ട് കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒരു ഏഷ്യാനെറ്റിലും കണ്ട ജഗതി പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനുണ്ട്. അവൻ മിമിക്രി എന്നൊക്കെ വന്നേക്കണാണ്, ഇവിടെ ഇരിപ്പോൾ എൻ്റെ റൂമിലിരിക്കുകയാണ്, എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ അപ്പം തന്നെ വണ്ടി വിട്ട് ഹൈവേ ഗാർഡനിലാണ് താമസിച്ചിരിക്കുന്നത്, വിട്ടിട്ട് വിളിപ്പിച്ചു. അവൻ വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു ചോക്ലേറ്റ് പയ്യൻ, കുഴപ്പമില്ല, ചെറിയ മുഖവും ആയിട്ടൊക്കെ ചോക്ലേറ്റ് പയ്യനായിട്ടൊക്കെ.
അപ്പോൾ ഞാൻ കണ്ട് ഞാൻ പറഞ്ഞ ശരി നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മാർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരുപാട് ഗ്രൂപ്പുകൾ പയ്യന്മാരും അവരൊക്കെ നിൽക്കുന്നു. ഇവൻ കുറേ നേരം നിന്നപ്പോൾ അവന് തോന്നി, ഓ ഈ ഗ്രൂപ്പിൽ കൂടെ നിർത്താനായിരിക്കും എന്നെ വിളിച്ചിരിക്കുന്നത്. അത് അവൻ പറഞ്ഞ് എപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഇൻ്റർവ്യൂവിലാണ് അവൻ അത് പറയുന്നത് പിന്നീട് ഈ അടുത്ത കാലത്ത്. അങ്ങനെ കുറേ നിന്നിട്ട് യമ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു, ആരോടും പറയാതെ അവൻ രക്ഷപ്പെട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ അവനെ വീണ്ടും വിളിപ്പിച്ച് അഭിനയിപ്പിക്കുന്നത്. ഈ കാര്യം അവൻ പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സാലു ജോർജാണ് ക്യാമറമാൻ. ക്യാമറ കയ്യിലെടുത്തിരിക്കുകയാണ്, ഹാൻഡിൽ ക്യാമറ ചെയ്യുന്നു. അപ്പോൾ ഇവൻ ഓടണം, ക്യാമറ കുറേ ഓടും. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിന്നെ ഒരാൾ ഓടിക്കുന്നതാണ്, മറ്റൊരു സ്റ്റുഡൻറ്റ് നിന്നെ ഓടിക്കുന്നതാണ്, അടിക്കാൻ ഓടിക്കുന്നതാണ്. നീ ആ അടി കൊള്ളാതിരിക്കാൻ വേണ്ടി ആകെ വിഷമിച്ച് നീ അങ്ങനെ ആഴ്ച ഓടണം. വേറെ സ്ഥലത്തു നിന്ന് ഓടി വരികയാണ്. അപ്പോൾ അത് ഇവിടെ നിന്നല്ല തുടക്കം, ഓടി വരികയാണ്. അതിൻ്റെ ഒരു വിയർപ്പും കാര്യങ്ങളും ആ ടെൻഷനൊക്കെ ആയിട്ട് ഓടണം. ഭാഗ്യമുണ്ടെങ്കിൽ സിനിമയിൽ നിനക്ക് ഇത് ഓടിക്കയറാമെന്ന് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു വാക്ക് അതാണ്. ചില വാക്കുകൾ ദൈവം ആ സമയത്ത് തരുന്നൊരു വാക്കാണ്. ആ വാക്ക് തന്നെ പറഞ്ഞല്ലേ, സിനിമയിൽ ഓടിക്കയറാം, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സിനിമയിൽ നിനക്ക് ഇത് ഓടിക്കയറാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട് ധൈര്യമായിട്ട് നീ ഓടുന്നു പറഞ്ഞു. അങ്ങനെ ഓടിച്ച് കയറ്റി വേറെ ആരെല്ലാം ഉണ്ട്? ഇതൊരു കഥ വേറെ എല്ലാം സാർ പുതുമുകൾ ഇത് കാവ്യെ അല്ല, ഇത് ഗോപികയെ ഞാനല്ലേ, ഗോപിയുടെ പേരിട്ടത് ഞാനല്ലേ, മനസ്സിലായില്ലേ? അതും രക്ഷപ്പെട്ടില്ലേ. മനോജ് കെ ജയന് ആദ്യമായിട്ട് 1001 രൂപ അഡ്വാൻസ് കൊടുത്ത് അഭിനയിപ്പിച്ച ഞാനാണ്. അതിനുശേഷമാണ് ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ, എൻ്റെ സെറ്റിൽ നിന്നാണ് ഹരിഹരൻ സാറിൻ്റെ പടത്തിലേക്ക് പോകുന്നത്. ഒരാളെ കാണുമ്പോൾ സാറിന് അറിയാം രക്ഷപ്പെടും. അല്ല, അത് നമുക്ക് അങ്ങനെ തോന്നിക്കുന്നതാണല്ലോ, കൊള്ളാം ഈ ക്യാരക്ടറിന് ഒക്കെ ആണെന്ന് തോന്നി. അതാണ് ഗോപിയെ കണ്ടപ്പോൾ പ്രൊഡ്യൂസറൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഈ പെണ്ണെ വെച്ച് എങ്ങനെ അഭിനയിപ്പിക്കുമെന്ന് ചോദിച്ചു. 5 ദിവസം ഗോപിയെ അഭിനയിപ്പിക്കാതെ എൻ്റെ സെറ്റിൽ കൊണ്ടു നടന്നു. എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി. ആദ്യം വച്ച് ജയസൂര്യയുടെ കൂടെയാണ് ഒരു ചെറിയ സീനിൽ അഭിനയിപ്പിക്കാനായിട്ട് നിർത്തിയപ്പോൾ ഇവർക്ക് ശബ്ദം വരുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, പേടി വിറയ്ക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ക്യാമറ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ടെൻഷനാണ്. അപ്പോൾ ആ ക്യാമറയുടെ ഒരു സൗണ്ട് വരുമ്പോൾ തന്നെ അവർക്ക് ടെൻഷനാവുമല്ലോ. അങ്ങനെ ഞാൻ ഒരു 5 ദിവസം പേടി മാറ്റം. രാവിലെ കാറിൽ കൊണ്ടുവരാൻ പറയും, അവിടെ നിർത്തും, എല്ലാവരുമായിട്ട് സംസാരിക്കും, വൈകുന്നേരം തിരിച്ചു പോകും. 6ാമത്തെ ദിവസമാണ് ഗോപികയെ വെച്ചിട്ട് ഞാൻ സിനിമ ഷൂട്ട് ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ഓക്കെ ആയത്. അതുവരെ ഈ ആർട്ടിസ്റ്റുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് നല്ല ഹാപ്പിയായി, ഫ്രണ്ട്ഷിപ്പായി. അപ്പം അങ്ങനെ നമ്മൾ അവരെ വിരട്ടി വിട്ടാൽ ഒരു ഇല്ല, നമ്മളത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മളൊരാൾക്ക് ഇത്രയും കാത്തിരിപ്പ് അല്ല, നമ്മളിപ്പോൾ അല്ല നമുക്ക് നമ്മളൊരാൾക്ക് എന്തെങ്കിലും ചെയ്താൽ ഒരിക്കലും പ്രതിഫലം ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. അത് നമ്മൾ സ്വീകരിക്കേണ്ട. പ്രതിഫലം തരുന്ന ദൈവമാണ്, നമ്മുടെ ഗുരുക്കന്മാരാണ്, മാതാപിതാക്കളാണ്. അല്ലാതെ മറ്റൊരാളിൽ നിന്നൊരു പ്രതിഫലം അല്ലെങ്കിൽ അവരുടെ നല്ല വാക്ക് വരുമെന്നോ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്.